ജാസ്മിനെ കാലുവാരി നിലത്തടിക്കുമെന്ന് ജിൻഡോ. സംഭവം മറ്റൊന്നുമല്ല, പവർ ടീമിൻ്റെതായ റൂളുകളും കാര്യങ്ങളും ഒക്കെ അവിടെ പറയുമായിരുന്നു. ആ സമയത്താണ് അവിടെ ജിൻഡോനെ ബഹുമാനിക്കണം, ജിൻഡോ ക്യാപ്റ്റനാണ്, എല്ലാവരും ബഹുമാനിക്കണം എന്നൊരു കാര്യം പവർ ടീം ഉന്നയിച്ചത്. ആ സമയത്താണ് ജാസ്മിൻ അവിടെ പറഞ്ഞത്, ക്യാപ്റ്റൻ ബഹുമാനമില്ലാതെ തിരിച്ചു സംസാരിച്ചു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് നമ്മൾ എങ്ങനെ സംസാരിക്കണം, എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് ചോദിച്ചു. ആ സമയത്ത് ജിൻഡോ അവിടെ നിന്ന് പറഞ്ഞ എന്നെ പുള്ളി എന്ന് വിളിച്ചത് ബഹുമാനമില്ലാതെ സംസാരിച്ചതാണ് എന്ന് അവിടെ ജിൻഡോ പരാതി ഉന്നയിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാൻ ഇനി പേര് വിളിച്ചോളാം, കുഴപ്പമില്ല, ജിൻഡോ ഓർ ക്യാപ്റ്റൻ എന്ന് വിളിക്കാനാണ് പവർ ടീമിന്റെ നിർദ്ദേശം, അങ്ങനെ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ആ സമയത്താണ് ജിൻഡോ വീണ്ടും പരാതിയുമായി എത്തിയത്. എന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന് ചൊറിഞ്ഞിരുന്നു, ആ ചൊറിഞ്ഞതിനെ ഒന്നും തന്നെ ഞാൻ റിയാക്ട് ചെയ്യാതിരുന്നത് റസ്മിൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിന്നെ ഞാൻ കാലുവാരി നിലത്തിട്ട് അടിച്ചേനെ എന്ന് അവിടെ ജിൻഡോ പറഞ്ഞു. അത് ജാസ്മിൻ പരാതിയായി ഉന്നയിച്ചു. എന്നെ കാലുവാരി നിലത്തടിക്കും, നിന്നെ, നീ എന്ന് അവിടെ ഉന്നയിച്ചു. നീ എന്ന് പറയാൻ പാടില്ല, ബഹുമാനം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടതാണ്. പിന്നെ ഇവിടെ വെച്ചുള്ള ഇങ്ങനെയുള്ള ഒരു ഷോയിൽ, അതായത് ക്യാപ്റ്റൻ പറയാണ് കാലുവാരി നിലത്തടിക്കും എന്ന് പറഞ്ഞത് വളരെ മോശം സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതിനെതിരെ എനിക്ക് പരാതിയുണ്ട്, ഈ പരാതി പവർ ടീം എടുക്കണം എന്ന് പറയുകയും അത് ഗബ്രി ഏറ്റുപിടിക്കുകയും ഗബ്രി അത് വലിയ വിഷയമാക്കുകയും പിന്നീട് അത് പവർ ടീമിൽ എത്തിക്കുകയും ചെയ്തു. പവർ ടീം പക്ഷേ ഒരു തീരുമാനവും ഇതുവരെ എടുത്തില്ല. പവർ ടീമിന്റെ തീരുമാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാസ്മിനെയും ജിൻഡോയും അപ്പുറവും ഇപ്പുറവും ഇരുത്തിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങൾ സംസാരിച്ച് വീട്ടിലുള്ള എല്ലാവരുടെ അടുത്തും അഭിപ്രായം ഉന്നയിച്ചുകൊണ്ട് ആരുടെ ഭാഗത്താണ് ന്യായം, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് കണ്ടെത്തി. ജാസ്മിന്റെ ഭാഗത്താണ് തെറ്റെന്ന് ഭൂരിപക്ഷം പറയുകയാണെങ്കിൽ ജാസ്മിന് ശിക്ഷ കൊടുക്കുക, ജിൻഡോയുടെ ഭാഗത്താണ് തെറ്റെന്ന് ഭൂരിപക്ഷം പറയുകയാണെങ്കിൽ ജിൻഡോയ്ക്ക് ശിക്ഷ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പവർ ടീം എടുത്തിട്ടുള്ള തീരുമാനം എന്ന് പറയുന്നത്. പക്ഷെ ആ തീരുമാനം അവർ ബാക്കിയുള്ളവരെ അറിയിച്ചിട്ടില്ല. പവർ റൂമിലിരുന്ന് അവർ ചർച്ച ചെയ്ത കാര്യം ഇതാണ്.